നല്ല ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഐസ്ക്രീം എന്ന് പറയുന്നത് കൂടുതൽ കാലറി, ഷുഗർ ഒക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് ഇതൊട്ട് കഴിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ പേടിയില്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത് കേട്ടോ. ചോക്ലേറ്റ് ബനാന ഐസ്ക്രീം. പേര് പോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബനാനയാണ്. 2 ഫ്രോസൺ ബനാനയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഫ്രോസൺ ബനാനയും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ മധുരത്തിനായിട്ട് ഡേറ്റ് സിറപ്പോ മേപ്പിൾ സിറപ്പോ ഹണിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഡേറ്റ് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത ഐസ്ക്രീം നമുക്കൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് പാത്രമോ മോൾഡോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഓർ നട്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തതും കുറച്ച് കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തതുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ പലതരം നട്ട്സ് സീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പംകിൻ സീഡൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഇത് നമുക്ക് ഒരു അടപ്പ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ തണുപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കിയ ഐസ്ക്രീം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഒന്ന് പുറത്ത് വെക്കാം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഐസ്ക്രീം നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഐസ്ക്രീം നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഡേറ്റ് സിറപ്പും നട്ട്സും ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാം. വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഷുഗറോ ക്രീമോ ഒന്നും ഇല്ലാതെ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.